ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരുടെയും വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇതിപ്പോൾ ഞങ്ങൾ രാത്രി ഏകദേശം ഒരു 9 മണിയാകാനായിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് ഞങ്ങളൊന്ന് പറവൂർക്ക് പോകാനുണ്ടായിരുന്നു. പറവൂർ എന്ന് പറയുമ്പോൾ നിച്ചുമോനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ, നൈറ്റ് ക്ലാസ്സാണ്. അപ്പോൾ അവൻ അവിടെ നിന്ന് ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് വിളിക്കാൻ വേണം. പിന്നെ ഒന്ന് തറവാട്ടിലും കയറാനുണ്ടായിരുന്നു കേട്ടോ. വാപ്പാക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഇന്ന് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എന്താണെന്നുള്ളതൊക്കെ പറയാം. അപ്പോൾ ഇത് നിച്ചുമോൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളാണ് കേട്ടോ, സിദ്ധി വിനായക്. അപ്പോൾ അവർക്ക് പോകാനായിട്ട് ഓട്ടോ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് നിച്ചുമോനെ കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ചിക്കിങ്ങിൽ കയറണം. നമ്മളുടെ പറവൂർ ജാംസ് മാൾ ഉണ്ടല്ലോ, അവിടെയാണ് കേട്ടോ ഞങ്ങൾ കയറണത്. കാറിലിരുന്നപ്പോൾ ഉണ്ടല്ലോ ഉറക്കം തൂങ്ങിയിരുന്ന ആളാണ് കേട്ടോ. ഈ ഇറങ്ങി ഓടണത് വേഗം ഓടി പോകണുണ്ടായിരുന്നു കേട്ടോ അവള്. ഇക്കൊക്കെ വന്നപ്പോൾ തുടങ്ങി ഇക്കയുടെ കയ്യിൽ തൂങ്ങി പിടിച്ചാണ് കേട്ടോ ആളുടെ നടപ്പ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇക്കയുടെ അടുത്ത് അത്രക്ക് അങ്ങനെ എടുക്കൂലായിരുന്നു. ഇപ്രാവശ്യം വന്നപ്പോൾ അതുപോലെ അല്ല കേട്ടോ. നമ്മളിപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിതുപോലെ ഒരു കാത്തിരിപ്പുണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു ശോകമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ നല്ല സമയം വൈകിയോണ്ട് തന്നെ മോൾക്കും ഉറക്കം വരുന്നുണ്ട്, വാപ്പയൊക്കെ കിടക്കുമോ എന്നുള്ളൊരു പേടിയിലായിരുന്നു. അപ്പോൾ ഏതായാലും വേഗം ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാമെന്ന് ഓർത്തിട്ട് ഞാനപ്പോൾ ഈ ഒരു കാര്യം ഒട്ടും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ ചെന്നപ്പോൾ നാസി പിടിച്ച പിടിയാലെ കൊണ്ടുവന്നതാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞിരുന്നിരുന്നിരുന്ന് മതിയാക്കി വീട്ടിൽ പോകാന്നേരം വിചാരിച്ചു. അതൊക്കെ അത്രയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും സാധനം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെങ്ങനെയും വേഗം കഴിച്ചിട്ട് പോയാൽ മതി എന്നായി കേട്ടോ. അപ്പം ഞങ്ങൾ അതും കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വേറെ പരിപാടികളൊന്നുമില്ല, നേരെ തറവാട്ടിൽ പോകണം, വാപ്പാക്ക് അത് കൊടുക്കണം. ഇനിയിപ്പോൾ വാപ്പ അവിടെ കിടന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളൊരു ടെൻഷനിലായിരുന്നു കേട്ടോ. ഏതായാലും അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ തറവാട്ടിലോട്ട് എത്തിയിട്ട് ആ തറവാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ആരും ഇവിടെ കിടന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വാപ്പ വന്നിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഉമ്മാനോട് ചോദിച്ചപ്പോൾ വാപ്പ കടയിൽ നിന്ന് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇക്കാക്കയും മക്കളും കൂടി പോയിട്ട് വാപ്പാനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ വാപ്പാക്കുള്ള ഗിഫ്റ്റ് ഏതായാലും കാറിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായത്. അപ്പോൾ ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ വാപ്പ വന്നപ്പോൾ നാസി വേഗം പോയിട്ട് വണ്ടിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരണേണ് കേട്ടോ ഇത്. ഇതൊരു ഫോണായിരുന്നു. വാപ്പാക്ക് ഒരു ഫോൺ ഇക്കൊക്കെ വൈകുന്നേരം ആയപ്പോൾ പോയി വാങ്ങിച്ചോണ്ടെന്ന് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി ഏതായാലും നിച്ചുമോനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒന്നിച്ച് തറവാട്ടിൽ പോയിട്ട് കൊടുക്കുക, കുൽസുമോളെ കൊണ്ട് കൊടുപ്പിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കാക്ക ഇത്ര സമയം വരെ കൊടുക്കാണ്ട് വെയിറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നത്. വാപ്പയുടെ കയ്യിലുള്ള ഫോണ് ഭയങ്കരമായിട്ട് ഹാങ് ആവലാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ തുടങ്ങി ഇക്കൊക്കെ വിചാരിക്കണതാണ് ഒരെണ്ണം വാങ്ങിക്കണം എന്ന്. ഇപ്പോൾ ഏതായാലും ഇക്കൊക്കെ പോകാനായ സമയത്താണ് കേട്ടോ ഞങ്ങളിത് പോയി വാങ്ങിച്ചതൊക്കെ. ഒട്ടും വാപ്പാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു സംഭവത്തിൻ്റെ കാര്യം. ആൾക്കേതായാലും വലിയ സന്തോഷമായി.
അങ്ങനെ വാപ്പാടെ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്ത് അതിന് ശേഷം പിന്നെ എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് നിച്ചുമോൻ ചാർജറിൻ്റെ ഇതും പിന്നെ അതിൽ കുറേ സാധനങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ 12:30 മണി കഴിഞ്ഞിട്ടാണ്. പിന്നെ നിച്ചുനും നാസിക്കും നാളെ ക്ലാസ് ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തിരി വൈകിയാലും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത് കകടെ അനിയൻ്റെ മോനാണ് കേട്ടോ, അവനും ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ. പക്ഷെ സൽമാനിക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ സൽമാനെ വേഗം പിടിച്ച് കിടത്തി ഉറക്കാൻ വേണ്ടിയിട്ട് അവളവിടെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. തറവാട്ടിൽ വാപ്പ ഉമ്മ അനിയനും അനിയൻ്റെ ഭാര്യയാണ് ഉള്ളത്. പിന്നെ മോന് ഇവനൊരാളുണ്ട് കേട്ടോ. അപ്പോൾ അനിയൻ ഇവിടെ ഇല്ല, ഖത്തറിലാണ്. ഇക്കാക്കയും അവിടെ തന്നെയാണ്. ഈ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു സമയമായിരുന്നു കേട്ടോ. ഇക്കാക്ക് ഒരുപാട് സന്തോഷത്തോടുകൂടി വാപ്പാക്ക് കൊടുത്ത ഗിഫ്റ്റാണിത്. അപ്പോൾ നമ്മൾ വേറൊരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ട് അവരതിൽ സന്തോഷിക്കണ കാണുമ്പോൾ നമ്മൾക്ക് ഉണ്ടാവണ ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതിനേക്കാളും വലുതായിട്ട് ഈ ലോകത്തൊന്നുമില്ല കേട്ടോ, പ്രത്യേകിച്ച് നമ്മുടെ വാപ്പ ഉമ്മമാർക്കാകുമ്പോൾ. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.